ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് വേൾഡ് ബൈ മിറ്റൂസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു മിനിങ്ങാന്ന്. അതിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടി. ഞാൻ ഇത്രയും കൺസിഡറിങ് ഞാൻ ഇത്രയും ആഴ്ചകളും വീഡിയോ ഒന്നും ഇടാതെ എന്നിട്ടും എനിക്കൊരു 100 വ്യൂസിൽ കൂടുതൽ കിട്ടി. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഇൻട്രൊഡ്യൂസിങ് ദ 21 ഡേ ചലഞ്ച്. ഈ ടെക്കിട്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾ വലിയൊന്നും പേടിക്കൊന്നും വേണ്ട. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു, പക്ഷെ സ്പേസ് ഇല്ലാഞ്ഞിട്ട് എല്ലാം കൂടി ഡിലീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി ഡ്രാഫ്റ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എഡിറ്റിങ്ങിൽ. പക്ഷേ ഞാൻ ഡ്രാഫ്റ്റിൽ തന്നെ കാണുമെന്ന് ഓർത്ത് ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കി. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഉണ്ട്, സെക്കൻഡ് പാർട്ടില്ല. പിന്നെ മൊത്തത്തിൽ അങ്ങ് പോയി, പിന്നെ ഞാൻ നിർത്തി. പിന്നെയും എനിക്ക് എവിടെ നിന്നും ഒരു പുഷ് തരുവാണ്, എങ്ങനെയെങ്കിലും ഈ 21 ഡേയ്സ് ചലഞ്ച് ഒന്ന് ചെയ്യണം. അത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്കും അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. ഒന്നുമില്ലെങ്കിലും പ്രൊജക്ട് റീബിൽഡ് അത്രയും സമയം എടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു ഐഡിയ തോന്നിയ സമയം എടുത്തിട്ടാണെങ്കിലും എന്നിട്ടേ ഞാൻ ചെയ്തു, ലാഗ് അടിച്ചിട്ടു. പക്ഷേ സംതിങ് ഹെൽപ്പ് മീ ബാക്ക്. സോ എനിക്ക് നിങ്ങളായിട്ട് പറയണം തോന്നി. ഈ വീഡിയോ ഇറ്റ്സ് ഗോണ ബി, ഞാൻ മാക്സിമം ഷോർട്ടാക്കാൻ നോക്കാം, എനിക്കറിയില്ല. ഓക്കെ, സോ 21 ഡേയ്സ് ചലഞ്ച് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രൊജക്ട് റീബിൽഡ് ചെയ്ത പോലെ തന്നെ എന്ന് പറയാൻ പറ്റും. ഈവൻ ദോ അല്ലെങ്കിൽ ഇൻഫാക്റ്റ് പ്രൊജക്ട് റീബിൽഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 21 ഡേയ്സ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് കംപ്ലീറ്റ്ലി രണ്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പ്രൊജക്ട് റീബിൽഡ് ഇതൊക്കെ തന്നെ റിലേറ്റഡ് ആയിട്ട് സംഭവം തന്നെയാണ്. പക്ഷേ ഇതൊരു ചലഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഐ ആം ഇൻ എന്ന് പറയാൻ എന്തെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, മറക്കരുത്. ഇതെന്ന് പറയുമ്പോൾ ഒരു റുട്ടീനാണ്. ഞാനിപ്പോൾ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചിലത് ഇൻസ്പോയാണ്, പിൻട്രസ്റ്റൊക്കെ ആയിട്ട് തോന്നും, ചിലത് ഇൻസ്പോയാണ്. ഇത് സംഭവം ഞാൻ യൂട്യൂബല്ല ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. ഞാനല്ല, എൻ്റെ കസിൻ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് നല്ലൊരു പ്രൊഡക്റ്റീവ് സംഭവമാണെന്ന്. പറയുമ്പോൾ തന്നെയല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെൻ വി ആർ ദാറ്റ് സോർട്ട് ഓഫ് പേഴ്സൺ. അതായത് നമ്മളിങ്ങനത്തെ സ്റ്റഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈസ്തെറ്റിക്, പ്രൊഡക്റ്റീവ്, രാവിലെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. രാവിലെയൊക്കെ എണീക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ എണീക്കില്ല, അത് വേറെ കാര്യം. ഇന്നിപ്പോൾ എണീറ്റു, ഇന്ന് ഞാനൊരു 7 മണിക്ക് എണീറ്റു. അമ്മ വിളിച്ചിട്ടാണ്, അത് വേറെ കാര്യം. ഓക്കെ, ഡോണ്ട് മൈൻഡ് മൈ മോർണിംഗ് ലുക്ക്. എനിക്കിപ്പം 9:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എന്നിട്ട് പോലും ഇപ്പം സമയം എത്രയാണ്, 8 തോന്നുന്നു, 8:30 എങ്ങാണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഡെഡിക്കേഷൻ, അത് എൻ്റെ ആവശ്യം കൂടിയാണ്, അത് വേറെ കാര്യം. സോ ഞാനൊരു ചെറിയൊരു റുട്ടീൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിവസം ഞാൻ 4 കൺസിഡർ ചെയ്യുന്നത്. 4 എന്ന് പറയാൻ പറ്റൂല. മോർണിംഗ് റുട്ടീന്, പിന്നെ ഹെൽത്ത്, ഡിജിറ്റൽ ഡീടോക്സ്, നൈറ്റ് റുട്ടീൻ. ഈ ഭാഗത്താണ് ഞാൻ എൻ്റെ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുന്നത്. സോ രാവിലെ തന്നെ നേരത്തെ എണീക്കുക, ഒന്നും ചെയ്യാനില്ലെങ്കിലും നേരത്തെ എണീക്കുക. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വി ഫൈൻഡ് മോർ തിങ്സ് ടു ഡു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ ഒരു വൈകി എണീക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ എണീക്കണം എന്നുണ്ടാവും, പക്ഷെ എന്നിട്ട് പോലും നമ്മൾ വൈകി എണീക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിൽറ്റി ഫീലിംഗ്, റിഗ്രറ്റ് ഫീലിംഗ്, ആ ദിവസം തന്നെ പോയി അങ്ങനെയൊക്കെ തോന്നും. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്യാനും കൂടിയിട്ടാണ് ഞാൻ ഈ വേക്കപ്പ് ഏർലി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഈ ചലഞ്ച് ചെയ്തത്, 21 ഡേ. അപ്പം ഇതെൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പം പക്ഷെ ഞാനിത് ഇൻട്രൊഡ്യൂസും കൂടി ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ ആ 5:30 ഇതൊരു കോമ്പറ്റീഷനായിട്ട് ചെയ്യേണ്ട സംഭവമല്ല. അപ്പോൾ കാര്യം ചലഞ്ചാണ് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ചെയ്തില്ല എന്നാൽ മാറ്റി നിർത്താം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വി ആർ നോട്ട് ഹ്യൂമനോയിഡ്സ്, റോബോട്ട്സ്. നമുക്ക് ഫീലിങ്സ് ഉണ്ടാകും. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ ഇല്ല. അത് സാധാരണമാണ്. അല്ലാണ്ട് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡാണ്, മോട്ടിവേഷൻ ഇല്ലേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുമോ. നമ്മളിത്
നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തും പറ്റും. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ എഫോർട്ട് എടുത്തില്ല അങ്ങനെയാണെങ്കിൽ. സോ ഇത് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ദിസ് വീഡിയോ ടു ബി വെരി ലെങ്തി. അത് കഴിഞ്ഞ് ഡ്രിങ്ക് വാം വാട്ടർ, 5 minute ബ്രീത്തിങ് മെഡിറ്റേഷൻ, 30 minute വർക്കൗട്ട്, അങ്ങനെ കാര്യങ്ങൾ. ദെൻ റീഡ് 10 minutes, റൈറ്റ് അഫർമേഷൻസ്. ആൻഡ് അത് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പറയുന്നു, അതിൽ കുറച്ച് ലേറ്റായി. റൈറ്റ് അഫർമേഷൻസ് അത് സംഭവമൊന്നുമില്ല. ഞാൻ ഒരു ബുക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, ഡയറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബുക്ക്, ഒരു നോട്ട് ബുക്ക് നമുക്ക് കയ്യിലുണ്ടാവുമല്ലോ, പഴയ ബുക്കോ, ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് ഒരു ഫ്രഷ് പേജ് എടുക്കുക. സ്റ്റഡി ടേബിളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, സ്റ്റഡി ടേബിളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ. പലർക്കും ഈ അഫർമേഷൻ എങ്ങനെ എഴുതും, ഏത് രീതിയിൽ എഴുതും, അങ്ങനെയൊക്കെ കൺഫ്യൂഷനാണ്. ഞാൻ പറയാം, ബുക്ക് ഒരു പേജ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ സ്റ്റഡി നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, നമുക്ക് എപ്പോഴും കുറച്ചും കൂടി നമ്മളെ നമുക്കൊരു ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം, നമുക്ക് നമ്മുടെ തോട്ട്സ് ആണെന്നും നെഗറ്റിവിറ്റി ഒന്നും വരാത്ത സ്ഥലം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റഡി ടേബിളാണ്. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചിലർക്ക് സ്റ്റഡി ടേബിൾ ഇരിക്കുമ്പോൾ പ്രഷറായിരിക്കും, അയ്യോ ഇന്ന് പഠിക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തിരിക്കാം. അല്ലാണ്ട് സ്റ്റഡി ടേബിളിൽ ഇരിക്കണം, പ്രൊഡക്ടിവിറ്റി വരണം എന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് പ്രൊഡക്ടിവിറ്റി വരുന്നതും പിന്നെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സമയം അവിടെ തന്നെയാണ് ഇരിക്കാറ്. കാരണം എനിക്ക് പഠിക്കുന്നതും പിന്നെ എന്താണ് പല വീഡിയോസ് കാണും, അതൊരു കാര്യം, അതൊരു സൈഡ്. അല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിൾ ചുമ്മാ ഒന്ന് പോയിരിക്കാനാണല്ലോ എനിക്കിഷ്ടമാണ്. കാരണം അപ്പം തന്നെ എനിക്ക് കിട്ടും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, അങ്ങനെ ഒരു പ്ലാൻ കിട്ടുകയാണത്. അപ്പം ബാൽക്കണിയിലിരിക്കാം, ഉമ്മരത്ത് വന്നിരിക്കാം, അങ്ങനെ പലതും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഒരു പേജ് എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു റാൻഡംലി കുറച്ച് കോട്ട്സ് എഴുതുക. കോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നതായിരിക്കണം കേട്ടോ. ചുമ്മാ ഗൂഗിളിൽ നിന്നൊന്നും ആരും അടിച്ചു കൊടുക്കില്ല. അടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയും, നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഓക്കെ, യു ക്യാൻ, ഐ ഡോണ്ട് നോ, നമുക്ക് കിട്ടാതെ വരില്ല. നമ്മളൊന്ന് ചിന്തിച്ചതിനുള്ള എഫോർട്ട് ഇട്ട് ജസ്റ്റ് നമ്മളെ എങ്ങനെ ഹാപ്പി ആക്കാം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നമ്മൾ അഫർമേഷൻ എഴുതാനിരിക്കുമ്പോൾ ഓക്കെ, എനിക്ക് ഇന്ന് എന്താ ചെയ്യാനുള്ള, എനിക്ക് എന്നെ എങ്ങനെ ഹാപ്പി ആക്കാം, എനിക്ക് എന്താ വേണ്ടത്, ഇതൊക്കെ നമുക്ക് ചെയ്ത് ആലോചിച്ചുകൊണ്ട് നമുക്ക് അഫർമേഷൻസ് എഴുതാൻ പറ്റും. എന്നിട്ട് ക്ലൗഡ് വരയ്ക്കുക. മറ്റേ എല്ലാവരും ചെയ്ത പണിയായിരിക്കും സ്കൂളിലൊക്കെ നോട്ട് എഴുതുമ്പോൾ. ആ സംഭവം ചെയ്യും. ഞാൻ അതാണ് ചെയ്തത്. ഓക്കെ, അതാണ് മോർണിംഗ് റൂട്ടീൻ. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 liter വാട്ടർ, 10K സ്റ്റെപ്സ്, 10,000 സ്റ്റെപ്സ് ആണ്. റെഡ്യൂസ് ഷുഗർ, നോ ജങ്ക് ഫുഡ്, സ്കിൻ കെയർ, ഹെയർ കെയർ, വൈറ്റമിൻ, മെഡിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫിസിക്കലും നമ്മുടെ മെൻ്റലും ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 3 liter വാട്ടർ, ഞാൻ യൂഷ്വലി കുടിക്കുന്നത് 2 liter വാട്ടറായിരുന്നു. പക്ഷേ ഞാൻ 3 liter ആക്കി, ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടി കോമ്പറ്റീഷൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിജിറ്റൽ ഡീടോക്സ് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നു. അതിപ്പം ഒരു ദിവസത്തിലൊരു കുറച്ച് മണിക്കൂറുകളാകാം, കുറച്ച് മിനിറ്റ് ആകാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നമ്മൾ എത്ര സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യുന്നു, ഒരു കുറച്ച് നേരം അതൊന്നും ഇല്ലാതെ എൻഗേജ് ഇൻ അതർ ആക്ടിവിറ്റീസ് സച്ച് ആസ് റീഡിങ്, ടോക്കിംഗ് ടു ഫാമിലി മെമ്പേഴ്സ്, ലൈക്ക് സ്റ്റഡിങ് പഠിക്കാനുണ്ടല്ലോ. അതല്ലാണ്ട് കുറച്ച് നേരം എന്തെങ്കിലും റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഞാൻ ഡിജിറ്റൽ ഡീടോക്സ് എഴുതിയിട്ടില്ല, പക്ഷെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ശ്രദ്ധിച്ചു. ഡിജിറ്റൽ ഡീടോക്സ് അതിൻ്റെ മോർണിംഗ് അവറും നൈറ്റിനും ഞാൻ ചെറിയൊരു ഡീടോക്സ് വെക്കുന്നുണ്ട്, 1 hour. ഇന്നലെ കുഴപ്പം, ഇന്നലെ ഞാൻ വെച്ചു. എൻ്റെ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ക്രോളിങ് അല്ലെങ്കിൽ വാട്ട് യു കോൾ ഇങ്ങനെ യൂട്യൂബായിട്ട് പക്കായിട്ട് ഇങ്ങനെ കാണില്ലേ. പക്ക മീൻസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വേറൊരാൾ TV വെച്ചു, നമ്മൾ കണ്ടു, അങ്ങനെ നമ്മളതിലൂടെ പോയി. നമുക്ക് മനുഷ്യരാണ്, നമ്മളെല്ലായിടത്തും നോക്കും, അപ്പം അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കായിട്ട് പറയേണ്ട ഒരു കാര്യം. സോ നിങ്ങൾ ആലോചിക്കുക, ആർ യു റെഡി ടു ഹാൻഡിൽ ദിസ് ചലഞ്ച്? ആൻഡ് ഇഫ് യെസ്, കമൻറ്റ് ബോക്സിലൊരു ഹാർട്ട് ഇമോജിയിൽ
ഐ എം ഇന്നെന്ന് കാണിക്കാം കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ പറയാം. സോ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ചലഞ്ചസൊക്കെ കൊണ്ടുപോകാൻ, അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വരുന്നത് എൻ്റെ ചലഞ്ചസായിട്ട്. സോ ഈ ഒരു ചലഞ്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ആ വീഡിയോ ഡിലീറ്റായി പോയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഓർത്തു, ആസ് എ കോണ്ടൻറ് ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യണ്ടേ, അല്ലാണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഗൈസ് ഫോർ ദിസ് വീഡിയോ. ഐ ഹോപ്പ് ഞാൻ എല്ലാം കവർ ചെയ്താന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലൊരു പേപ്പറിൽ ഉണ്ടാക്കിയിട്ട് വാട്ട് യു ക്യാൻ ഡൂ ഈസ്, നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് സ്റ്റഡി ടേബിളാണ്, സ്റ്റഡി ടേബിളിൻ്റെ അടുത്തുള്ള ബുക്കിൽ വെക്കുക, അവിടെ വെക്കുക. എന്നിട്ട് ഡെയിലി കാണുന്ന പോലെ ടിക്കറ്റൊന്നുമില്ല, നിങ്ങൾ അപ്പോൾ അതായിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്ക് കാണുമ്പോൾ ഒരു തരും, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ 21 ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയും അല്ല, പിന്നെ കോളം വരച്ചൊക്കെ ചെയ്യണം. ഇത്രയും ദിവസം നിങ്ങൾ ഒരു ദിവസം തന്നെ 21 ദിവസത്തിൻ്റെ കോളം ഹാബി ട്രാക്കർ വെക്കില്ലേ, അതുപോലെ. പക്ഷെ അതും കുറേ ഉണ്ട്, കാരണം ഇത്രയും ഇതിൻ്റെ ബോക്സസ് വരയ്ക്കണം, പിന്നെ ഇതെല്ലാം എഴുതണം, മെനക്കേടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. എനിക്ക് പിന്നെ സമയമില്ല ഗൈസ്, വീട്ടിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ എല്ലാവരും സേഫ് അല്ലേ, ഇങ്ങനെയുണ്ട്, വെള്ളക്കെട്ടൊക്കെ മാറിയോ, ഓക്കെ, വീടൊക്കെ സേഫ് അല്ലേ എന്നൊക്കെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.